ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ ഇത് നിങ്ങളുടെ ATM കാർഡായെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനമെല്ലാം പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നിങ്ങൾക്കതിന് സാധിക്കും. അതായത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം ഇപ്പോൾ ഈ ഒരു ഫോണിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഒന്നും നിങ്ങളുടെ കയ്യിൽ കൊണ്ടുപോയിട്ടില്ല എങ്കിലും ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നിങ്ങൾക്കിതിൻ്റെ പേയ്മെൻ്റ് എല്ലാം ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഫോൺ സാംസങ്ങിൻ്റെ S23 അൾട്ര ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് സാംസങ് വാലറ്റ് എല്ലാം നൽകുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് ഇതിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് അതുപോലെ ഡെബിറ്റ് കാർഡ് എല്ലാം സേവ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഏത് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൽ നിന്നാണ് പേയ്മെൻ്റ് എല്ലാം ചെയ്യേണ്ടത്, ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനടുത്തേക്ക് ഈ ഒരു NFC വഴി നമുക്ക് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് അതിനടുത്തേക്ക് വെച്ച് നമുക്ക് ഈ പേയ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കാർഡൊന്നും തന്നെ ക്യാരി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു ഫീച്ചർ ഉള്ളത് സാംസങ്ങിൻ്റെ ഈ ഒരു വാലറ്റ് എല്ലാം ഉള്ളവർക്കാണ് ഈ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ S23 അൾട്ര ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാംസങ് വാലറ്റ് ഒന്നുമില്ല എങ്കിലും ഈ ഒരു ഫീച്ചർ എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനായി നമുക്ക് ഗൂഗിൾ പേ എന്ന സർവീസ് യൂസ് ചെയ്യാം. ഇവിടെ ഗൂഗിൾ പേയിലും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷൻ എല്ലാം സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് ആഡ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് പേയ്മെൻ്റ് എല്ലാം ചെയ്യാം, ഇതിനെക്കുറിച്ചെല്ലാം നോക്കാം. ഇതിനായി ആദ്യം നമുക്ക് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാം. ഇവിടെ പ്രസ് ചെയ്ത് ഇപ്പോൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ പാസ്വേഡ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ഈ ഗൂഗിൾ പേയുടെ ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ എല്ലാം കിട്ടും. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. സെറ്റപ്പ് പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു, അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ഈ ആരോയിൽ പ്ലസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് ഡീറ്റെയിൽ എല്ലാം കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരിക. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ആഡ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ അതർ വേ ടു പേ എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ആഡ് കാർഡ് എന്നൊരു ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. പേ ട്രാൻസ്ഫർ വിത്ത് യുവർ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പേ അറ്റ് സ്റ്റോർസ് വിത്ത് എ സിമ്പിൾ ടാപ്പ് യുവർ ഫോൺ അറ്റ് കാർഡ് റീഡേഴ്സ് ടു പേ, അതുപോലെ പേ ബിൽസ് ഓൺ ഗൂഗിൾ പേ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു കാർഡ് ഇതിലേക്ക് ആഡ് ചെയ്താൽ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്റ്റോറിലെല്ലാം പോവുകയാണെങ്കിൽ ടാപ്പ് യുവർ ഫോൺ അറ്റ് കാർഡ് റീഡേഴ്സ് ടു പേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാർഡ് റീഡറിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഫോൺ ടാപ്പ് ചെയ്താൽ നമുക്ക് പേയ്മെൻ്റ് എല്ലാം നടത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനു വേണ്ടി നമ്മുടെ കാർഡ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനായി ആഡ് കാർഡ് എന്ന ഓപ്ഷനിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്യാമറയെല്ലാം ഓണായി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ കാർഡെല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായി സ്കാൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തോ ഒരു റീസൺ കൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായി ഇത് എടുക്കുന്നില്ല. എൻ്റെ കാർഡിൽ കുറച്ച് പഴയ കാർഡായതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റായിട്ട് അത് ക്യാപ്ചർ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എൻ്റർ ഡീറ്റെയിൽസ് മാനുവലി എന്നൊരു ഓപ്ഷനാണ്. നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് മാനുവലായി നമുക്ക് എൻ്റർ ചെയ്യാം. ഇതിനായി ഇവിടെ ടാപ്പ് ചെയ്യാം. അതിനുശേഷം കാർഡ് നമ്പർ നമുക്കിവിടെ കൊടുക്കേണ്ടതുണ്ട്. കാർഡ് നമ്പർ കൊടുത്തതിന് ശേഷം അതിന് താഴെയായി ഈ മന്ത് അതുപോലെ CVC എന്ന ഈ നമ്പർ ഡീറ്റെയിൽ എല്ലാം കൊടുക്കണം. ഇവിടെ എക്സ്പയറിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ എക്സ്പയറി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാർഡിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അത് തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ CVC എന്നതും നമ്മൾ കറക്റ്റായി എൻ്റർ ചെയ്യണം. ഇത്രയും ഡീറ്റെയിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തപ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ മോർ എന്നൊരു ഓപ്ഷനാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മോർ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കിപ്പോൾ സേവ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ സേവ് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കാർഡ് ഡീറ്റെയിൽസ് ഇത് നമ്മുടെ ഈ ഒരു ഗൂഗിൾ പേയിലേക്ക് ആഡ് ആവുകയാണ്. അതുപോലെ ചെക്കിംഗ് കാർഡ് എലിജിബിലിറ്റി, ഷ്യൂർ ടേംസ്,
അതുപോലെ ഇവിടെ കുറച്ച് സേഫ്റ്റി ഇൻഫർമേഷൻ എല്ലാം പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ പിൻ ആരുമായും ഷെയർ ചെയ്യരുത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റീഡ് ചെയ്തതിന് ശേഷം ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ കോൺടാക്റ്റിംഗ് യുവർ ബാങ്ക് ഈസ് വെരിഫൈയിങ് യുവർ കാർഡ് എന്നെല്ലാം വന്നിട്ടുണ്ട്. യുവർ സ്ക്രീൻ ലോക്ക് വിൽ ബി യൂസ്ഡ് ഫോർ ഗൂഗിൾ പേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്യൂരിറ്റി പാറ്റേൺ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ സെക്യൂരിറ്റി ഇതെല്ലാമാണ് നമുക്ക് ഗൂഗിൾ പേ പേയ്മെൻ്റ് എല്ലാം കൊടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓക്കെ എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ബാങ്ക് ഇപ്പോൾ ഇത് നമ്മൾ തന്നെയാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ്, അതുമല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു OTP അല്ലെങ്കിൽ ഇൻഫർമേഷൻ എല്ലാം അയക്കാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഒരു എക്സ്ട്രാ സ്റ്റെപ്പിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കാം. ഓട്ടോഫിൽ കോഡ്, അതായത് നമുക്ക് ഇങ്ങനെ ഈ ഒരു നമ്പർ തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ വച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ ഓട്ടോഫിൽ, അതായത് ആ ഒരു OTP വരുമ്പോൾ ഓട്ടോഫിൽ ആകണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് യെസ് ഓട്ടോഫിൽ എന്ന് കൊടുക്കാം. നിങ്ങൾ അതേ നമ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോഫിൽ എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു OTP എല്ലാം വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ അലോ എന്നതിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഓട്ടോഫിൽ ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ടിക്ക് മാർക്ക് എല്ലാം കൊടുത്തതിന് ശേഷം ടേൺ ഓൺ NFC എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഫെസിലിറ്റി ഇത് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോണിൽ ഈ NFC എന്ന ഈ ഒരു സർവീസ് ഉണ്ടായിരിക്കണം. അത് NFC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്നതാണ്. ഈ NFC യൂസ് ചെയ്താണ് നമ്മൾ ഇതുപോലെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പേയ്മെൻ്റ് എല്ലാം ട്രാൻസ്ഫർ ആകുന്നത്. ഇപ്പോൾ കാർഡിന് പകരമായി നമുക്ക് ഈ NFC ഉള്ള മൊബൈലിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിങ്ങളുടെ കാർഡെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സർവീസ് എല്ലാം യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ പാസ്വേഡ് എല്ലാം എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഞാനിവിടെ ഈ ഡീറ്റെയിൽ എല്ലാം കൊടുത്തപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതർ വേസ് ടു പേ എന്നതിൽ നമ്മുടെ ഈ ഒരു HDFC ബാങ്കിൻ്റെ ഇതിൻ്റെ ഈ ഒരു ഡീറ്റെയിൽ, അതായത് കാർഡെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പേയ്മെൻ്റ് എല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പേയ്മെൻറ്റ് മെത്തേഡിൽ പോയതിന് ശേഷം ഇവിടെയാണ് ടാപ്പ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ ഈ ടാപ്പ് ആൻഡ് പേ എല്ലാം ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഈ പേ വിത്ത് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് എന്നതിൽ പോയി ഇവിടെ നമ്മുടെ ഈ കാർഡ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഇനി ടാപ്പ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ടാപ്പ് ചെയ്ത് നമുക്ക് പേയ്മെൻ്റ് എല്ലാം നടത്താം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്